BJP എങ്ങനെ വളർന്നിട്ടുള്ളത്? സിമ്പിളായ കാര്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ മതം തിന്ന് വളർന്ന ഒരു സംഘടനയാണ്. ജാതി വിവേചനത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടും മതവിദ്വേഷത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികൾക്കിടയിലുള്ള അവരുടെ വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും ചൂഷണം ചെയ്തുകൊണ്ടും അതിനെ രാഷ്ട്രീയ ആയുധമായി പ്രയോഗിച്ചുകൊണ്ടുമാണ് RSSും BJPയും ഇന്ത്യയിൽ വളർന്നു വന്നിട്ടുള്ളത്. വർഗീയ കലാപങ്ങളിലൂടെയാണ്. അതിന് ഒരുപാട് ചരിത്ര സംഭവങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ വളർന്നു വന്നിട്ടുള്ള BJP ഇന്ന് 10-11 കൊല്ലമായി അധികാരത്തിരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ ഹിന്ദു സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണെന്ന് പരസ്യമായി അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവർ മതേതര പാർട്ടിയാണെന്ന് ഒരിക്കലും BJP പറയുന്നില്ല. അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ അവർ പറയണം എന്നല്ലാതെ BJP ഒരു മതേതര നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയല്ല എന്ന് നിങ്ങൾക്കറിയാം. BJP വ്യക്തമായ മതാധിഷ്ഠിതമായ സവർണ ഹൈന്ദവ മതാധിഷ്ഠിതമായ രാഷ്ട്രീയം തന്നെയാണ് BJP ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ BJPയെ ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാക്കി വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് ഇന്ത്യ ഏറ്റവും അധികം കാലം ഭരിച്ച കോൺഗ്രസ് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു മതേതര രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അധികാര ആരോഹണത്തിന് ശേഷം കോൺഗ്രസ് എടുത്തിട്ടുള്ള അധികാര രാഷ്ട്രീയ നിലപാടുകളാണ് RSSനെയും BJPയെയും ഇന്ത്യയിൽ വളർത്തിയെടുത്തിട്ടുള്ളത് എന്നുള്ളത് ഉദാഹരണ സഹിതം നമുക്ക് വിശദീകരിക്കാൻ കഴിയും.